12 വർഷമായി ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി സർക്കാരിനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധിയിലാണ് പേരിൽ സാമ്യമുള്ള കോക്രോച്ച് ജനതാ പാർട്ടി കൊണ്ടെത്തിച്ചിട്ടുള്ളത്. CJP എന്ന ചുരുക്കപ്പേരിട്ടിരിക്കുന്ന പാറ്റ പാർട്ടി BJP എന്ന വമ്പൻ പാർട്ടിയെ ഇത്രയ്ക്ക് ശ്വാസം മുട്ടിക്കാൻ കഴിയുമെന്ന് ഒരുപക്ഷെ CJPയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചതൊക്കെ ചെയ്തു കാണിക്കുകയാണ് BJP നയിക്കുന്ന NDA സർക്കാർ. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം, മുത്തലാഖ് നിരോധനം, പൗരത്വ നിയമം തുടങ്ങി ഏറെക്കുറെ എല്ലാം നടപ്പാക്കി. കാരണം കഴിഞ്ഞ തവണ ഒഴികെ മുൻപ് നടന്ന 2 തെരഞ്ഞെടുപ്പിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ BJP മുന്നിൽ വന്ന പ്രതിബന്ധങ്ങളെയെല്ലാം തകർത്തു മുന്നേറി. അവർക്ക് തടയിടാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിഞ്ഞില്ല. ഇത്തവണ TDP, JDU പാർട്ടികളുടെ ബലത്തിലാണ് രാജ്യം ഭരിക്കുന്നത് എങ്കിലും അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തി അല്ലലില്ലാതെ ഭരിക്കുകയായിരുന്നു BJP. ഭരണപക്ഷത്തെ എതിർക്കേണ്ട പ്രതിപക്ഷമാകട്ടെ ശിഥിലമായിരിക്കുന്നു. പ്രതിപക്ഷ കക്ഷികളെ പിളർത്തി അവരിലെ റിബലുകളെ ഒപ്പം കൂട്ടുന്ന പുതിയ തരം ഓപ്പറേഷൻ താമര നടപ്പാക്കി വരികയായിരുന്നു BJP. അങ്ങനെ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും പേരിന് ഒരു പ്രതിപക്ഷത്തെ നിലനിർത്തിക്കൊണ്ട് ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു BJP എന്ന പാർട്ടി. പക്ഷേ മുൻപെങ്ങും ആരും പേരുപോലും കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തി ഭരണകേന്ദ്രത്തിന് ഇളക്കമുണ്ടാക്കിയിരിക്കുന്നു. ഡൽഹിയിൽ 2 പേർ തമ്മിൽ കണ്ടാൽ ഇപ്പോൾ സംസാരം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തെക്കുറിച്ച് മാത്രമാണ്. അത്രയ്ക്കുണ്ട് സമരത്തിന്റെ ഇമ്പാക്റ്റ്. മുൻപ് 2011 ഏപ്രിലിൽ സ്വാതന്ത്ര്യ സമര സേനാനി അണ്ണാ ഹസാരെയും ഇത്തരത്തിൽ ഒരു സമരം നയിച്ചിരുന്നു. അതും ജന്തർ മന്ദറിൽ തന്നെ. അഴിമതിക്കെതിരെ നടത്തിയ ആ പോരാട്ടം അണ്ണാ ഹസാരെ 2ാമത് നിരാഹാരം കിടന്നതിന് ശേഷം മാത്രമാണ് വിജയിച്ചത്. ഓംബുഡ്സ്മാന്റെ അന്വേഷണ പരിധിയിൽ പ്രധാനമന്ത്രിയെയും കൊണ്ടുവരുന്ന പ്രമേയം പാർലമെന്റിൽ പാസ്സായതിനു ശേഷമേ അണ്ണാ ഹസാരെ സമരം അവസാനിപ്പിച്ചുള്ളൂ. ആ സമരമാണ് ആം ആദ്മി പാർട്ടിയുടെ ജനനത്തിന് കാരണം എന്നത് മറ്റൊരു കാര്യം. എന്തായാലും ആ പാരമ്പര്യത്തിന്റെ ചുവട് പിടിച്ചാണ് ജന്തർ മന്ദറിലെ CJPയുടെ സമരവും നീങ്ങുന്നത്. അണ്ണാ ഹസാരെയുടെ സമരത്തെ പിന്തുണച്ചത് പ്രമുഖ അഭിഭാഷകരായ ശാന്തിഭൂഷൺ, മകൻ പ്രശാന്ത് ഭൂഷൺ, സിനിമാ മേഖലയിൽ നിന്ന് അമിതാഭ് ബച്ചൻ, ആമിർ ഖാൻ, ഷാറുഖ് ഖാൻ തുടങ്ങിയവരും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. സമരം ആഗോള ശ്രദ്ധ നേടുന്ന തലത്തിലേക്ക് ഉയർന്നതോടെ പരിഹാരമാർഗം തേടി അന്നത്തെ UPA സർക്കാർ. സമാനമായി കോക്രോച്ച് ജനതാ പാർട്ടിക്കും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. അണ്ണാ ഹസാരെയ്ക്ക് സ്വാതന്ത്ര്യ സമര സേനാനി എന്ന ലേബൽ ഉണ്ടായിരുന്നു. എന്നാൽ അഭിജിത്ത് ദീപ്കെയ്ക്ക് അത്തരം മേൽവിലാസമില്ല. ഹൂസ്റ്റണിൽ പഠിക്കാൻ പോയ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ സമര നേതാവ് എന്ന തലത്തിലേക്ക് മാറിയത് ഏറ്റെടുത്ത വിഷയം കാരണമാണ്. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ മുഴുവൻ ആശങ്കയാണ് അഭിജിത്ത് ദീപ്കെ ഉയർത്തിയത്. രാജ്യത്ത് ഒരു പ്രതിപക്ഷമുണ്ടെങ്കിലും ഈ വിഷയം ആത്മാർത്ഥതയോടെ ഏറ്റെടുത്തു എന്ന് യുവാക്കൾക്ക് തോന്നിയത് CJP അതിനായി സമരമാർഗം തെരഞ്ഞെടുത്തപ്പോൾ മാത്രമാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ, ഷെയറുകളിലൂടെ അവരുടെ ആശയം രാജ്യം മുഴുവൻ എത്തി. സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ എണ്ണം BJP സർക്കാരിനെയും ഞെട്ടിച്ചു. ജെൻസി തലമുറ ഫോണുകളിലൂടെയും ലാപ്ടോപ്പുകളിലൂടെയും മാത്രം പ്രതിഷേധിക്കുന്നവരാണ് എന്ന നിഗമനം തെറ്റി. സ്വന്തം ഭാവി രക്ഷിച്ചെടുക്കാൻ അവർ ജന്തർ മന്ദറിലേക്ക് ഇരമ്പിയെത്തി. ഭരണസിരാ കേന്ദ്രം കുലുങ്ങി. ജെൻസിയുടെ പ്രതീക്ഷയായ കോക്രോച്ച് ജനതാ പാർട്ടിയെ തുടക്കം മുതൽ അവഗണിക്കാനോ ഇകഴ്ത്തിക്കാട്ടാനോ ആണ് BJP സർക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ BJPയേക്കാൾ അംഗങ്ങൾ CJPക്ക് ഉണ്ടായപ്പോൾ അവരുടെ അംഗങ്ങൾ പാകിസ്ഥാനികളാണ് എന്നാണ് അവരെ പരിഹസിച്ചത്. അതൊന്നും യുവാക്കളെ CJPയിൽ നിന്ന് അകറ്റാൻ പോകുന്നതായിരുന്നില്ല. നേപ്പാളിലും ബംഗ്ലാദേശിലും ഉൾപ്പെടെ ജെൻസി പ്രക്ഷോഭം ഉണ്ടായതിന് സമാനമായി ഇന്ത്യയിലും അതുണ്ടാകുമെന്ന് ചിലർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും സർക്കാർ അതും തള്ളിക്കളഞ്ഞു. കേഡർ സംവിധാനത്തിൽ പ്രവർത്തിച്ച് ഭരണത്തിലെത്തിയ BJP സർക്കാർ ജെൻസി ഒരുമിക്കുമെന്ന് കരുതിയില്ല. സമരത്തിന് പിന്തുണ അറിയിക്കുന്നവരെ ആദ്യം അവഗണിച്ചു. BJP വിരുദ്ധൻ എന്ന് മുദ്രകുത്തപ്പെട്ട നടൻ പ്രകാശ് രാജ് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഡൽഹിയിൽ എത്തിയത് മറ്റു പലർക്കും പ്രചോദനമായി. സിനിമാ മേഖലയിൽ നിന്ന് സൽമാൻ ഖാൻ ഉൾപ്പെടെ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. BJP തമിഴ്നാട് അധ്യക്ഷനായിരുന്ന K. അണ്ണാമലയും ഇപ്പോൾ സമരക്കാർ ഉന്നയിക്കുന്ന വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. 5 വർഷത്തിനിടെ 3 പ്രാവശ്യം നീറ്റ് ചോദ്യപേപ്പർ ചോർന്നിട്ടും ഒരു തിരുത്തലും ഉണ്ടായില്ല എന്ന് അണ്ണാമലൈ ചൂണ്ടിക്കാട്ടുന്നു. സമരക്കാരുമായി ചർച്ച നടത്താൻ സർക്കാർ വൈകിയത് എന്തുകൊണ്ടെന്നും അണ്ണാമലൈ ചോദിക്കുന്നുണ്ട്. പ്രതിഷേധിക്കാനുള്ള അവകാശം കുട്ടികൾക്കുണ്ട് എന്നുകൂടി പറയുന്നു അണ്ണാമലൈ. ഇതിനിടെ സമരത്തെ പിന്തുണച്ച് നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ആര്യൻ ഗുപ്ത കൂടി രംഗത്ത് വന്നതോടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തന്നെ പ്രതിരോധത്തിലായി.
പ്രതിഷേധവും വിയോജിപ്പും ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് എന്ന് ആര്യൻ ഗുപ്ത പറയുന്നു. ആദ്യം നടത്തിയ നീറ്റ് പരീക്ഷ റദ്ദാക്കിയിരുന്നു. രണ്ടാമത് നടത്തിയ പരീക്ഷയിൽ 720-ൽ 715 മാർക്ക് വാങ്ങിയാണ് ആര്യൻ ഗുപ്ത ഒന്നാമതെത്തിയത്. ആദ്യ പരീക്ഷ റദ്ദാക്കിയപ്പോൾ താനും തകർന്നുപോയി എന്ന് ആര്യൻ പറയുന്നു. ഒരുപാട് കരഞ്ഞു. തന്നെപ്പോലെ 22 ലക്ഷം കുട്ടികളും തകർന്നിരിക്കുകയാണ് എന്ന് ആര്യൻ മനസ്സിലാക്കി. വീണ്ടും പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയെങ്കിലും സമരത്തിനൊപ്പമാണ് ആര്യൻ. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ ഉചിതമായ പരിഷ്കരണങ്ങൾ വരുത്തി ഇനി ഇത്തരം ക്രമക്കേടുകൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ആര്യൻ ആവശ്യപ്പെടുന്നു. നീറ്റ് CBSE പരീക്ഷകളിലെ ക്രമക്കേടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് CJPയുടെ ആവശ്യം. സമരത്തിലേക്ക് സാമൂഹിക പ്രവർത്തകനും വിദ്യാഭ്യാസ പരിഷ്കർത്താവും പരിസ്ഥിതി പ്രവർത്തകനുമായ സോനം വാങ്ചുക് എത്തിയതോടെ CJP സമരത്തിന് പുതിയ മാനം വന്നു. ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് നിരാഹാരം കിടന്ന് രാജ്യത്തിന്റെ ശ്രദ്ധ നേടിയ വ്യക്തി കൂടിയാണ് സോനം വാങ്ചുക്. അദ്ദേഹത്തെ ബലമായി ആശുപത്രിയിലേക്ക് മാറ്റി സമരം പൊളിക്കാൻ ശ്രമിച്ചു കേന്ദ്ര സർക്കാർ. കോടതി പറഞ്ഞിട്ടാണ് സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത് എങ്കിലും സമരക്കാരെ കായികമായി നേരിടാൻ തീരുമാനിച്ചിട്ടായിരുന്നു അദ്ദേഹത്തെ സമരവേദിയിൽ നിന്ന് മാറ്റിയത്. ശാന്തമായി സമരം ചെയ്ത വിദ്യാർത്ഥികളെ പോലീസിനെ ഉപയോഗിച്ച് മാറ്റാനായിരുന്നു ശ്രമം. ജന്തർ മന്ദറിലെ അവരുടെ ടെന്റുകൾ നശിപ്പിച്ച് അവരെ അടിച്ചോടിച്ചു. പക്ഷേ വിദ്യാർത്ഥികൾ വീണ്ടും സംഘടിച്ചെത്തി. കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയ സർക്കാർ കുട്ടികളുമായി ചർച്ചയ്ക്ക് തയ്യാറായി. കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടി കൂടിയായപ്പോൾ ഇനി ഇങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് സർക്കാരിന് മനസ്സിലായി. വിദ്യാർത്ഥികളെ ക്രൂരമായി പോലീസ് നേരിട്ടു എന്ന് പ്രതിഷേധക്കാരുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ സമരവും മറ്റും പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്നായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെയും ഡൽഹി പോലീസിൻ്റെയും അഭിഭാഷകനായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് രാജു ഡൽഹി കോടതിയിൽ പറഞ്ഞത്. തങ്ങളുടെ മുമ്പിലുള്ള ഹർജി പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് എങ്ങനെ പറയാനാകുമെന്ന് കോടതി ചോദിച്ചു. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാനും കോടതി ആവശ്യപ്പെട്ടു. ഇതോടെ കോടതിയിൽ നിന്നും രക്ഷ നേടാൻ കഴിയില്ല എന്ന് സർക്കാരിന് മനസ്സിലായി. CJPയെ പിന്തുണച്ച് കേരളത്തിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നുണ്ട്. SFI, ASF തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. കുട്ടികളുടെ ആവശ്യം പരിഗണിക്കാമെന്നും ചർച്ചയാകാം എന്നുമൊക്കെ കേന്ദ്രം പറയാൻ കാരണം ഇത്തരം തിരിച്ചടികളാണ്. BJP സർക്കാരിൻ്റെ ട്രാക്ക് റെക്കോർഡിൽ പതിവില്ലാത്ത കാര്യമാണ് അവർ തീരുമാനിച്ച കാര്യത്തിൽ നിന്ന് പിന്നോട്ടു പോകൽ. കർഷക ബില്ലുകൾ മാത്രമാണ് ഇതുവരെ BJP സർക്കാർ പിൻവലിച്ചിട്ടുള്ളത്. പഞ്ചാബിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയാണ് അവർ റദ്ദു ചെയ്തത്. കർഷകരുടെ സംഘടിത ശക്തിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു കേന്ദ്ര സർക്കാർ. ഇവിടെ അത്തരം സംഘടനകൾ ഒന്നുമില്ലാതെ CJP എന്ന ഒറ്റ ബാനറിന് കീഴിലാണ് യുവാക്കൾ ഒത്തുകൂടിയത്. അവരുടെ സമരവീര്യത്തിന് മുന്നിൽ കേന്ദ്രത്തിന് ഒടുവിൽ മുട്ടുകുത്തേണ്ടി വന്നിരിക്കുന്നു. നാളെയുടെ വാഗ്ദാനങ്ങളെ അടിച്ചൊതുക്കാൻ കഴിയില്ല എന്ന് യുവാക്കൾ ഭരണകർത്താക്കൾക്ക് കാട്ടിക്കൊടുത്തു. ഇനി എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് പന്ത് കേന്ദ്ര സർക്കാരിൻ്റെ കോർട്ടിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി.